നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിൽ എടുക്കുക. മഞ്ഞുമൽ ബോയ്സ്. ഇന്ന് ഈ സിനിമയുടെ പേര് കേൾക്കാത്ത മലയാളികളുണ്ടോയെന്നുള്ളതല്ല, ഇന്ത്യക്കാരുണ്ടോ, ലോകത്തിലുള്ളവരൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. കാരണം അതുപോലെ ഹിറ്റെന്നല്ല പറയേണ്ട, ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ്. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമാകാൻ പോകുന്നു എന്നുള്ളതാണ്. എക്കാലത്തെയും വലിയ വിജയം എന്ന് പറഞ്ഞാൽ 2018 നേടിയ 170 കോടി രൂപയോളം വരുന്ന ഗ്രോസ് കളക്ഷൻ ഈ ഞായറാഴ്ച വേണ്ട, എന്നാലും ഞായറാഴ്ച കൂടി എന്തായാലും കൺഫേം ആണ്. ഏത് മഞ്ഞുമൽ ബോയ്സ് ടോപ്പിലെത്തും? എൻ്റെ ചോദ്യം ഇതാണ്. നമുക്ക് വളരെ ഷോർട്ട് വീഡിയോ ആണ്, എന്നാൽ പോലും ഒന്ന് സംസാരിക്കുന്നതിന് നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക. ഞാൻ ഈ സിനിമ ആദ്യത്തെ ഷോ, നൂൺ ഷോ എന്ന് പറയുന്ന ഷോ ആദ്യത്തെ ദിവസം മഞ്ഞുമൽ ബോയ്സ് കണ്ടതാണ്. ജാനമൻ, അദ്ദേഹത്തിൻ്റെ ചിദംബരത്തിൻ്റെ ജാനമൻ കണ്ടാണ്. അതിൻ്റെ ഒരു അടുത്ത പടം എന്നുള്ള രീതിയിൽ, ഒരു വിജയ ചിത്രത്തിൻ്റെ അടുത്ത പടം എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രതീക്ഷ. പിന്നെ സുഷീൻ ശ്യാം സീൻ മാറുമെന്ന് പറഞ്ഞു, അതെന്തായാലും എറിച്ചു ഗംഭീരമായിട്ട്. അന്നേരം ഇവരെല്ലാം എല്ലാ യൂത്തന്മാരും, അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു യൂത്തന്മാരുടെ ഗ്യാങ് എല്ലാം ഉള്ള ഒരു സിനിമ, നമുക്കൊരു പ്രതീക്ഷ. ട്രെയിലറിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇതൊരു സർവൈവൽ ത്രില്ലറാണ്, ഒരു കേവിനകത്ത് ഗുണ കേവ് തന്നെയാണ് അതിനകത്ത് പാട്ട്, അതെല്ലാം നമുക്ക് മനസ്സിലാകുന്നതന്നെ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അതിഗംഭീരമായി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അഭിപ്രായമാണ്, അതിഗംഭീരമായി നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ടെക്നിക്കൽ പരമായുള്ള ആർട്ടായാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായാലും ഒക്കെയാണ്. അതിഗംഭീരം എന്ന് നമുക്ക് ഇപ്പോൾ 2018 എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അതിഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ പ്രളയവുമായിട്ട് ഇമോഷണലായിട്ട് ഭയങ്കര കണക്ട് ചെയ്തു. അങ്ങനെ അങ്ങ് സീറ്റഡ്ജ് ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് മഞ്ഞുമൽ ബോയ്സ് തോന്നിയില്ല. ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. സീറ്റഡ്ജ് ത്രില്ലിംഗ് നമുക്കറിയാം, ഇത് റിയൽ ലൈഫ് ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പോലും കുറച്ച് ഗോസ്ബം സീൻസൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷയില്ല. അതായത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. ഇപ്പം പലരും പറയുമായിരിക്കും ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായതുകൊണ്ട്. തമിഴ്നാട്ടിൽ ഹിറ്റായെങ്കിൽ ഒരു 40 കോടി കളക്ഷൻ കിട്ടിയെങ്കിൽ പോലും ബാക്കി ഒരു 140 കോടി കളക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു 50 കോടി എന്തായാലും കളക്ട് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ 50 കോടി കളക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊരു ഭീമാകാരമായ, അല്ലെങ്കിൽ പ്രവചന അതീതമായ ഒരു വിജയം നേടി നമുക്ക് മലയാള സിനിമയ്ക്ക് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം ഈ ഫെബ്രുവരി 3 വിജയം, പ്രേമലു, ഭ്രമയുഗം, അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, നമുക്ക് വളരെ 100% സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ സിനിമയെ നിങ്ങൾ അഭിപ്രായം പറയാം. കാരണം പലരും പലയിടത്തും ഇപ്പം തമിഴിലെ ഓരോരുത്തരോട് അഭിപ്രായം പറയാം. നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല, വളരെ മോശം അങ്ങനല്ല പറഞ്ഞത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത്രമാത്രം കളക്ഷൻ നേടാൻ, തമിഴ്നാട്ടിലെ ഒരു കളക്ഷൻ തന്നെ ആയിരിക്കാം, പക്ഷെ ഇത്രമാത്രം കളക്ഷൻ നേടാൻ ഈ സിനിമയുടെ എന്തൊക്കെ പോസിറ്റീവാണെന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അത് അത്രയ്ക്ക് ഉണ്ടോ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കാരണം ഇത് നിങ്ങളുടെ കമൻസ് നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നവരൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അത് കണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ 2 വട്ടമോ 3 വട്ടമോ കാണാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമുക്കും അതിനെക്കുറിച്ചൊരു അറിവുണ്ട്. ഞാൻ എല്ലാ സിനിമകളും കാണുന്ന തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന ഒരാളാണ്. എനിക്ക് ഒരു 1 ടൈം വാച്ച്, 2ാമത്തെ വട്ടം കാണാൻ എനിക്ക് ഒരിക്കലും തോന്നാഞ്ഞൊരു സിനിമ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് മാറ്റമുണ്ട്. ഏത് സിനിമയും ഒരു സെലിബ്രേഷൻ മൂഡിലൊക്കെയാണ് കാണുന്നത്. പിന്നെ ഏത് പരീക്ഷണങ്ങളിലും വിജയിപ്പിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഭ്രമയുഗം. ഫുൾ ടൈം നമുക്ക് എൻജോയ് ചെയ്ത് ചുമ്മാതായാലും ചിരിച്ചുകൊണ്ടിരിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കഥകളൊന്നും അല്ല വലിയ സംഭവം. പ്രേമലുവിനകത്ത് കഥയൊന്നും പറയാനില്ലെങ്കിൽ പോലും അത് ഫുൾ ടൈം എൻജോയ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലു. എന്നെ വിസ്മയിപ്പിച്ച സിനിമയാണ് ഭ്രമയുഗം. സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ മഞ്ഞുമൽ ബോയ്സ് ഓക്കെ എന്ന് പറയുന്നതിനപ്പുറം അതിഗംഭീരം എന്ന് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇടുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.